ഹുസൈൻ, നമ്മുടെ കളി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ടെസ്റ്റ് വോളിബോൾ ടൂർണമെന്റ്. വെരി ഗുഡ്. ഓക്കെ. ഹലോ, അസ്സലാമലൈക്കും. അല്ല, ഇത് ആരാണിത്? കാതിർക്കാണ് ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് കാതിർക്ക് ഇങ്ങോട്ട് വിളിച്ചത്. നന്നായി. കാതിർക്ക, ഇപ്പൊ തടിയുടെ പരിപാടിയൊന്നും ഇല്ലാണ്. എന്റെ പൂപ്പില് ഒരു ലോഡ് തടി വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അയക്കാണ്. പടച്ചോനെ ഓർത്തിട്ട് എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ കുറച്ച് ടൈറ്റിലാണ്. പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ആദ്യം തടി മില്ലിലേക്ക് എത്തട്ടെ. ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം. വിട്ടുവീഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്യേക്ക. അപ്പൊ ഓക്കെ. ബോൾ തട്ടണ മാതിരി തട്ടി കളിക്കാണ്. നമ്മളിപ്പൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഒരാളും നോക്കാൻ അന്വേഷിക്കാനില്ല. എന്റെ ഇക്ക ഇസ്മായിലിന്റെ ഉമ്മേനെ മരുമക്കൾ ആരും നോക്കുന്നില്ല. അവർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് അതിനെ മയ്യത്താക്കും. ശരിയാ, സംസ് പറഞ്ഞത് ശരിയാ. അതിനെ എല്ലാവരും കൂടി ഭക്ഷണം കൊടുക്കാണ്ട് മയ്യത്താക്കുള്ളൂ. ശരി അങ്ങനെ ആട്ടെ. കൊച്ചാപ്പയ്ക്ക് അറിയാല, ഉമ്മാടെ കാലശേഷം നമുക്ക് ഉമ്മാടെ സ്വത്ത് എടുത്ത് ആർക്കെങ്കിലൊക്കെ വീതിച്ചു കൊടുക്കണമെങ്കിൽ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഇത്താത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉമ്മാടെ സ്വത്ത് മുഴുവൻ വേണം താനും. ഈ ഇത്താത്തയാണ് ഉമ്മാനെ പിരികേറ്റി ഈ നിലയിലാക്കിയത്. പിന്നെ എന്റെ ഒരു ധൈര്യം ഉമ്മ ഇപ്പൊ കൊച്ചാപ്പയുടെ അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ കൊച്ചാപ്പ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മക്ക് പഴയ ഓർമ്മയും വെളിവൊന്നും ഇല്ല. എപ്പോഴാ എവിടേക്കാ ഇറങ്ങി പോണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വേറെ കാര്യം ആലോചിച്ചിട്ടുണ്ട് കൊച്ചാപ്പ. ഉമ്മാനെ നമുക്കൊരു സ്ഥലത്തേക്ക് ആക്കാം. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അടുത്ത ആഴ്ച ഞാൻ വരാം. കൊച്ചാപ്പയ്ക്ക് അറിയോ, ഇവരെല്ലാവരും കൂടി എന്നെ കുരങ്ങ് കളിപ്പിക്കുക. നിന്റെ ഉമ്മ ഇപ്പൊ എന്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. മരുന്നും ഭക്ഷണവും വെള്ളം എല്ലാ സൗകര്യത്തോടു കൂടി നല്ല പോലെ കഴിയുന്നുണ്ട് നിന്റെ ഉമ്മ. നിന്റെ ഭാര്യയും മക്കളും കൂടിയാണ് നിന്റെ ഉമ്മാനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പിന്നെ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിനക്കൊക്കെ വേണി വന്ന് കാണുന്നതിലും ഒരു വിരോധമില്ല എനിക്ക്. സ്വസ്ഥം മുതലും അത് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മയുടെ കാലശേഷം മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണുള്ളൂ. എന്റെ പടച്ചോനെ, ഇതൊക്കെ എന്താകുന്ന അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ശരി കൊച്ചാപ്പ, ഞാൻ വെക്കട്ടെ. സംസു, എന്താ സലീമേ? നമ്മന്റെ പുറകെ കംപ്ലീറ്റ് പറഞ്ഞ് വെട്ടിക്കൊണ്ട് 10ന്റെ പൈസ വന്നു. സംസു, നിന്റെ പൈസ ഞാൻ തരും. മില്ലിന്ന് കുറച്ച് പൈസ വരാനിരുന്നു. അത് കെട്ടിയാൽ നിനക്ക് തന്നിരിക്കും. 1, 2 ലക്ഷങ്ങളാ പോയത്. വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കണ്ടേ? നിങ്ങൾ വേസരാണ്ടിരിക്കുന്നേ. അടച്ചോന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തന്നിരിക്കും. നിങ്ങളെ സമാധാനപ്പെടി. നിങ്ങളുടെ പൈസ പറയിലേക്ക് ഞാൻ എത്തിക്കും. എന്നാ അങ്ങനെ ആവട്ടെ സംസു. ഇസ്മാലിന്റെ ഉമ്മേനെ ചീത്തയാക്കണത് അവന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഭാര്യയ്ക്കും മക്കൾക്കും അവരെ ഇഷ്ടമല്ലാത്തത്. ഉമ്മ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഉമ്മ ഇപ്പൊ കൊച്ചാപ്പയുടെ വീട്ടിലുണ്ട്. സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇത്ത ഉമ്മേനെ വേദനിപ്പിക്കുന്നത്. അതിനാണെങ്കിൽ ഓർമ്മയും വെളിവൊന്നുമില്ല. പടച്ചോനും നിരക്കാത്തതാണ് ഇത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ റബ്ബേ, അവന്റെ ഒരു വിധിയെ. വാങ്ങിക്കൊടുക്കേണ്ട സമയായി. ഞാൻ പള്ളിയിലോട്ട് വേണം. ഇക്ക വരുന്ന എനിക്ക് ഒരാളെ വരാനുണ്ട്. ആളെ നോക്കി നിൽക്കുകയാണ്. സംസോ, അവിടെ അതെ, ഇപ്പൊ പറഞ്ഞത് ഒരാളോടും പറയാൻ നിൽക്കണ്ട. നമ്മള് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഇക്ക, ഞാൻ ഉമ്മാനെ കാണാൻ എന്റെ ഇത്താടെ വീട്ടിൽ പോയിരുന്നു. ഉമ്മ പറയണ കേട്ടാ ചങ്ക് തകർന്നു പോകും. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കണില്ല. ഈ വയസ്സുകാലത്ത് വടിയും കുത്തിപ്പിടിച്ച് അയൽവക്കത്ത് പോയിട്ടാണ് ഉമ്മ വല്ലതും കഴിക്കണേന്നാ പറയണേ. ഓളുമ്മാക്ക് വെള്ളമൊന്നും കൊടുക്കണ്ടാവില്ല. നീ ഉമ്മാനെ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ നോക്ക്. അല്ല,
ഇക്ക പറഞ്ഞതിലും കാര്യമുണ്ട്. ഇസ്മയിലെ, ഉമ്മ നിൽക്കേണ്ടത് നിന്റെ വീട്ടിലാണ്, ഇത്തയുടെ വീട്ടിലല്ല. ഉമ്മേനെ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. ഞാൻ തല്ലുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കേ കടയിൽ പോയിട്ട് ഒരാവശ്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കാണാം. എന്തൊക്കെ എന്റെ പുര പൊളിച്ചിട്ടേക്കാണ്, കയറ്റി ഇറക്കാൻ ഇത്തിരി മരം വേണം. ഇക്ക ഉള്ള മരം ഞാൻ കമ്പനിയിലേക്ക് കയറ്റി അയച്ചു. ഇനിയിപ്പോ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. എന്റെ പെരെല്ലാം ചെതല് പിടിച്ച് അമ്പി, എന്തെങ്കിലും ഒന്ന് ചെയ്തു കേട്ടോ എന്റെ ശംസു. ശരി ശരി, നമ്മള് പോണു. എടി, ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആ വയറ് കീറി എന്നെ പുറത്തെടുത്ത് വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ചു. ആ ഉമ്മേനെ തള്ളി പറയാൻ എന്നെ കൊണ്ടാവില്ല. എടി, നീ ആ വയറ്റിൽ നിന്ന് തന്നെ പോകുന്നല്ലേ, നിനക്ക് എങ്ങനെയാണ് ഉമ്മേനെ തള്ളി പറയാൻ പറ്റണത്? നമ്മുടെ ഉമ്മ നിന്റെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. ആ ഉമ്മയുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനല്ലേ നീ ആ കൊച്ചാപ്പയുടെ വീട്ടിൽ നിന്ന് ഉമ്മേനെ നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയേക്കണത്. നമ്മൾ തീരെ ചെറുതായിരിക്കുമ്പോ നമ്മുടെ വാപ്പ മരണപ്പെട്ടു. ആ വാപ്പയുടെ ദുഃഖമോ വിഷമമോ കണ്ണീരോ നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് ഉമ്മാട് ചോദിച്ചാൽ അറിയാം. ആ കൈക്കുഞ്ഞായിരുന്ന നമ്മളെ ഉമ്മയാണ് മഴയില്ല വെയിലില്ല എന്ന് കരുതി ഈ വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ചത്. ആ ഉമ്മയുടെ വിഷമം കാണാൻ നീയുണ്ടോ, ഞാനുണ്ടോ? ഇനി എത്ര കാലം ഉണ്ടാവും ഉമ്മ? ആർക്കറിയാം. ഞാൻ നിന്നോട് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു എന്ന് മാത്രം, നീ തീരുമാനിക്കേ. മിണ്ടാണ്ട് കട്ടിലിനെ കിടന്നാൽ പോരെ, മരുന്നും വെള്ളവും തരുന്നില്ലേ? പൊന്നുമ്മ, ഇക്കാക്കന്റെ വീട്ടിൽ പോവാണ്, ഇക്കാക്കന്റെ പെണ്ണും നോക്കൂല പിള്ളേരും നോക്കൂല. പിന്നെ സ്വത്തും പണം ആഗ്രഹിച്ച് എന്റെ അടുത്ത് വരികയാണ് ഞാൻ ചൂലിക്കൊട്ട് കൊണ്ട് അടിക്കും. ഞാൻ പറയണത് ആരാന്ന് അറിയാലോ, നെവീസിയ പറയണത് കേട്ടോ, നെവീസിയ പറയണത്. സ്മൈലെ, നീ എവിടെ പോയി കിടക്കണ്? നിന്റെ വീട്ടിൽ പോയി തിരക്കി, നീ ഇവിടെ വന്ന് നിൽക്കണ്. എന്താ സുലൈമാനിക്ക, എന്താ അന്വേഷിച്ചേ? നിനക്കൊരു മോളില്ലേ, കല്യാണപ്രായമായില്ലേ, അവളുടെ നിക്കാഹ് നമുക്ക് നടത്തണ്ടേ? നീ വിചാരിച്ചാൽ അത് നടക്കും. എൻ്റെ ഇക്ക, ഞാനിപ്പോൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണില്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കണുള്ളൂ. ഞാനിപ്പോൾ അതിനേലും വലിയ ടെൻഷനിലായിക്കാ. നിന്റെ ടെൻഷൻ എന്താന്ന് വെച്ചാ പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇക്കാക്ക് അറിയാലോ, എന്റെ ഉമ്മ പെങ്ങളുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഇന്ന് ഉമ്മ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. എന്റെ ഉമ്മയ്ക്കാണെങ്കിൽ ഓർമ്മയില്ല, വെളിവുമില്ല, ഒന്നുമില്ല. എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം. എന്റെ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അത് മാത്രമല്ലേക്ക, ഉമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. എവിടേക്കാ പോകണമെന്ന് നമുക്ക് അറിയാനും പറ്റിയില്ല. ഇതാണ് നിന്റെ ടെൻഷൻ. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കണതല്ലേ. നമ്മുടെ ഉമ്മേനെ നമ്മളല്ലാണ്ട് വേറെ ആരാ നോക്കണേ? വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. മരുന്നും കുഴമ്പൊക്കെ കൊടുക്കേണ്ടി വരും. ഇതിനൊന്നും ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇക്കയ്ക്ക് അറിയാലോ, എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മേനെ നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെയാണെങ്കിൽ 2 മരുമക്കള്, അവർക്കാണെങ്കിൽ എൻ്റെ ഇക്ക ഉമ്മേനെ കണ്ണെടുത്താൽ കണ്ടും കൂടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഇക്ക ഒന്ന് പറയ്, എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഇക്ക, ഉമ്മാനെ നോക്കി നോക്കി ഞാൻ മടുത്തു നിൽക്ക. എന്നെ കൊണ്ട് എന്തോരം നോക്കാൻ പറ്റും? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ ഇക്ക, വല്ലതും കൊടുത്ത് ഉമ്മാനെ കൊന്നു കളഞ്ഞു ആലോചിക്കാറുണ്ട് എൻ്റെ ഇക്ക. നീ പടച്ചോനും നിരക്കാത്തൊന്നും ചെയ്യരുത്. എന്റെ പെറ്റ ഉമ്മയല്ലേ. അല്ലാ, ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇക്ക. എന്റെ വിഷമം കൊണ്ട് ഞാൻ ഇക്കോട് പറഞ്ഞതാ. എന്നാ ഇക്ക എനിക്കൊരു വഴി പറഞ്ഞതാ, എന്താ ചെയ്യണ്ടേ? ഇസ്മായില, നമ്മുടെ സമുദായത്തിന് എത്തിങ്കാനുണ്ട്. നിന്റെ ഉമ്മേനെ നമുക്ക് അവിടെ കൊണ്ടാക്കാം. നിന്റെ മക്കളും മരുമക്കളും ചെയ്യാത്തത് അവര് ചെയ്തോളും. അവരുടെ ഗതിയും നാളെ ഇതൊക്കെ തന്നെയാണ്. പടച്ചോൻ അവരൊക്കെ കൊടുത്തോളും. ഇസ്മായിലേ, ഇനിയിപ്പോ നീ ഇവിടെ നിൽക്കണ്ട. നീ വീട്ടിൽ പോയി മോളുടെ കാര്യമൊക്കെ നോക്ക്. നമുക്ക് പോവാം.